പീസ് ആൻഡ് ജോയ്. സാന്താമിയോനോസിൻ്റെ ദേവാലയം മാത്രമായിരുന്നില്ല അസിസിലെ ഫ്രാൻസിസ് പണിതീർത്തത്, പുതുക്കി പണിതത്. അതിനുശേഷം അദ്ദേഹം അന്ന് കോട്ടയ്ക്ക് വെളിയിലായിരുന്ന വിശുദ്ധ പത്രോസിൻ്റെ കൊച്ചു ദേവാലയവും അത് പിന്നീട് കോട്ടമതിലിന് ഉള്ളിലാക്കി ആ ദേവാലയവും അസിസിലെ ഫ്രാൻസിസ് പിന്നീട് പുനരുദ്ധരിച്ചു. അതിനുശേഷം ഫ്രാൻസിസിൻ്റെ ശ്രദ്ധ വളരെ അധികം പതിഞ്ഞത് കോട്ടയിൽ നിന്ന് അല്ലെങ്കിൽ അസിസി നഗരത്തിൽ നിന്ന് ഏറെ അകലെയായിട്ട് ഒരു കാടിനുള്ളിൽ, ഒരു കൊച്ചു കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പൊർസ്യൂങ്കള എന്ന് പറയുന്ന ദേവാലയമാണ്. ഈ ദേവാലയത്തെക്കുറിച്ച് ഒത്തിരിയേറെ ചരിത്രങ്ങളുണ്ട്. അവിടുന്ന് മാലാഹമാരുടെ ഗാനം ആട്ടിടയന്മാർ കേട്ടിരുന്നു എന്നാണ് പറയുക. അത് ജോസാഫാത്ത് താഴ്വരയിൽ നിന്ന് പരിശുദ്ധ അമ്മയുടെ ഭവനത്തിൽ നിന്ന് ആരോ ഒരിക്കൽ ഒരു സഞ്ചാരി ഒരു കല്ല് കൊണ്ടുവരികയും ആ കല്ല് കൊണ്ടുവന്ന് അവിടെ വെച്ചുകൊണ്ട് ഒരു ദേവാലയം പണിതീർത്തു എന്നുമാണ് പറയപ്പെടുക. പിന്നീട് ബെനഡിക്റ്റൈൻ സഭയുടെയൊക്കെ സ്ഥാപനത്തിന് ശേഷം വിശുദ്ധ ബെനഡിക്റ്റ് അവിടെ എത്തിച്ചേരുകയും ഈ കൊച്ചു ദേവാലയത്തിൻ്റെ സവിശേഷത മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് ചേർന്നുള്ള കുറച്ച് സ്ഥലങ്ങൾ അവർ മേടിക്കുകയും ചെയ്തു. അങ്ങനെ കുഞ്ഞ് സ്ഥലം, കുറച്ച് സ്ഥലം എന്നുള്ള പേരിൽ അത് പൊർസ്യൂങ്കള എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിസിന് ഒത്തിരി ഇഷ്ടമായിരുന്നു ഈ ദേവാലയം. ഒന്നാമത് അത് പരിശുദ്ധ അമ്മയുടെ ദേവാലയമാണ്. അതുപോലെ തന്നെ ഒത്തിരിയേറെ വികലമാക്കപ്പെട്ട അല്ലെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു കൊച്ചു ദേവാലയമാണ്. അതിനെക്കുറിച്ച് പറയുക, ഏകദേശം 24 അടി വീതിയും 42 അടി നീളവുമുള്ള കൊച്ചു ദേവാലയം എന്നാണ് പറയുക. അപ്പോൾ ആ ദേവാലയം വളരെ ചെറുതായതുകൊണ്ട് ഫ്രാൻസിസിന് ഒത്തിരി ഇഷ്ടമായി. കാരണം ഏറ്റവും ചെറുതാവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ ആ സ്ഥലത്തിനും കുഞ്ഞ് സ്ഥലം, ചെറിയ സ്ഥലം, മൈനർ ആവാൻ ആഗ്രഹിച്ച ഫ്രാൻസിസിന് ആ പൊർസ്യൂങ്കള അതുകൊണ്ട് ഏറ്റവും ഹൃദ്യമായിട്ട് തോന്നുകയാണ്. അതിന് ഒത്തിരി സവിശേഷമായ ഒരു ദൈവിക പരിപാലനയും ഇതിനിടയിലുണ്ട്. ബെനഡിക്റ്റൈൻ സഭക്കാരുടെ സ്വന്തമായിരിക്കുമ്പോൾ ഏകദേശം കുറച്ച് നാളുകൾക്ക് ശേഷം, ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം അവർക്കും ആ സ്ഥലത്തിനോട് വലിയ ഒരു താല്പര്യം പിന്നീട് ഉണ്ടായില്ല. പല കാരണങ്ങളാവാം. ഒരുപക്ഷെ കോട്ടമതിലിന് പുറത്ത് കിടക്കുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാം. അവർ അത്രയും ചെറിയ സ്ഥലങ്ങൾ അവർ സാധാരണയായിട്ട് ഉപയോഗിക്കുമായിരുന്നില്ല. കാരണം അവർ ഓറ എത്ത് ലബോറ, അവർ പ്രാർത്ഥനയും ജോലിയുമായിട്ട് ദൈവിക ശുശ്രൂഷയിലും ധ്യാനത്തിലും മുഴുകിയിരുന്ന സഭക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരവിടെ നിന്ന് പിൻവാങ്ങി. പക്ഷേ അത് ബെനഡിക്റ്റൈൻ സഭയുടെ അധീനതയിലായിരുന്നു ആ സ്ഥലം. ബെനഡിക്റ്റൈൻ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രാൻസിസ് തൻ്റെ മാനസാന്തരത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ വസ്ത്രമൊക്കെ ഉരിഞ്ഞ് പിതാവിൻ്റെ കാൽക്കൽ വെച്ചിട്ട് സ്വർഗസ്ഥനായ ദൈവത്തെ പിതാവായിട്ട് സ്വീകരിച്ചതിന് ശേഷം ഫ്രാൻസിസ് മെത്രാസന മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി യാത്ര തുടങ്ങിയപ്പോൾ ഏതാനും ദിവസങ്ങൾ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു. ഒടുവിലൊരു സായാന്തനത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നത് ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിലാണ്. അവിടെ അടുക്കളയിൽ അദ്ദേഹത്തിന് ജോലി ലഭിക്കുകയാണ്. ആ അടുക്കളയിലെ വിനീതമായ ജോലി ചെയ്തുകൊണ്ട് അദ്ദേഹം ഈ സന്യാസ ജീവിത ശൈലികളൊക്കെ അടുത്തറിയുക. പക്ഷേ ആ ആശ്രമത്തിൻ്റെ ആബട്ട്, അതിൻ്റെ അധികാരി ഫ്രാൻസിസിനെ വേണ്ട രീതിയിൽ ഗവനിച്ചില്ല. ഫ്രാൻസിസ് ചോദിച്ചു, ഈ കള്ളന്മാരൊക്കെ കീറിക്കളഞ്ഞ ആ വസ്ത്രത്തിന് പകരം മറ്റൊരു വസ്ത്രം തരാമെന്ന് ചോദിച്ചു. പക്ഷേ ആ വസ്ത്രം അവിടുന്ന് ലഭിച്ചില്ല. അതിനുശേഷം ഫ്രാൻസിസിനെ അവിടുത്തെ ജോലികൾ മതിയാക്കി ഫ്രാൻസിസ് പുറത്തേക്ക് വീണ്ടും തൻ്റെ ആ സ്വാതന്ത്ര്യം, തൻ്റെ ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തന്നെ ഫ്രാൻസിസ് പുറത്തേക്ക് ഇറങ്ങിപ്പോരുകയാണ്. പിന്നീട് ഫ്രാൻസിസ് ഒരു വിശുദ്ധനായിട്ടൊക്കെ പേര് കേട്ട് തുടങ്ങിയപ്പോൾ ഈ ആശ്രമത്തിൻ്റെ അധിപൻ ഫ്രാൻസിസിനെ ചെന്ന് കാണുകയും വേണ്ട രീതിയിൽ അന്ന് അങ്ങയെ ശുശ്രൂഷിക്കാൻ സാധിച്ചില്ല, സ്വീകരിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് മാപ്പ് പറയുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതൊന്നും യാദൃശ്യമായിട്ട് സംഭവിച്ചതല്ല. ഇതെല്ലാം ദൈവികമായൊരു പരിപാലനയുടെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ പിന്നീട് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒന്നും മോശമല്ല, എല്ലാം നന്മയ്ക്കായിട്ടാണ്. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവിക പദ്ധതിയോട് ചേർന്ന് പോകുമ്പോൾ ചിലതൊക്കെ ക്രൂരമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം, ചിലതൊക്കെ അവഹേളനവും നിന്ദനവുമായിട്ട് തോന്നിയേക്കാം. എന്നാൽ അതൊന്നുമല്ല, നമുക്ക് അതിന് പിന്നിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ പരിപാലനയിലേക്കാണ് നോക്കേണ്ടത്. ഫ്രാൻസിസ് ഈ ആശ്രമ അധികാരികളുടെ അനുവാദത്തോടു കൂടി ഈ പൊർസ്യൂങ്കള ദേവാലയം പുതുക്കി പണിയുകയാണ്. അത് വളരെ നന്നായിട്ട് പുതുക്കി പണിത് 1208 വിശുദ്ധ മത്തിയാസിൻ്റെ തിരുനാൾ ദിനത്തിൽ അസിസിലെ ഫ്രാൻസിസ് അവിടെ ഒരു ബെനഡിക്റ്റൈൻ സഭക്കാരനായിട്ടുള്ള ആ ഒരു സുബാസിയോ കൊവേന്തയിൽ നിന്ന് തന്നെ ഒരു ബെനഡിക്റ്റൈൻ സന്യാസിയെ കൊണ്ടുവന്ന്, ആ പുരോഹിതനെ കൊണ്ടുവന്ന് വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഫ്രാൻസിസിന് ദൈവത്തിൻ്റെ സ്വരം സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കാൻ സാധിച്ചു. നമുക്ക് മനസ്സിലാക്കേണ്ട ഇതാണ്, ചിലപ്പോൾ ദൈവം നമ്മളെ നയിക്കുന്ന വഴികൾ വളരെ വിചിത്രമാണ്.
ആ വളരെ വിചിത്രമായ വഴികളിൽ ഏറ്റവും സമാധാനത്തോടെ ഇതാ നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ ഒരു കുരിശിൻ്റെ വഴി തന്നെ, ഇടുങ്ങിയ വഴിയിലൂടെ തന്നെയാണ് നമ്മൾ പോവേണ്ടത്. കാരണം അവിടെ നമ്മുടെ തൊട്ടു മുമ്പിൽ ഒരു കാൽ വയ്ക്കാനായിട്ടുള്ള വെളിച്ചം മാത്രമായിരിക്കാം ചിലപ്പോൾ നമുക്ക് ലഭിക്കുക. നമുക്ക് ഉള്ള എല്ലാ ഞെരുക്കങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കാൻ, അവൻ്റെ ഇടപെടൽ കണ്ടെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.